ഇന്നിപ്പോൾ നമ്മളെ കുടുവിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആനുവൽ ഡേയുടെ അന്ന് കുട്ടികളെ ടീച്ചർമാരെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ ബാക്കി മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ ടീച്ചർമാരായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഇവളുടെ കമ്മൽ ഊരിയിട്ടില്ല, അതൊന്ന് ഊരി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പം ഞാനാട്ടോ മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. ഞാൻ ആദ്യമായിട്ടാട്ടോ കുടു സ്കൂൾ ചേർന്നത്. കുടുവിൻ്റെ ഒരു സ്കൂൾ പരിപാടിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇവിടെ ടീച്ചർമാരെ എപ്പോഴും ചെയ്യാറുള്ളത് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ പ്രോഗ്രാമിൻ്റെ സമയത്ത് അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാം കാണാൻ അത്ര പരിപാടികൾ കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കിട്ടിയ ചാൻസ് ആയതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ കൂടെ പറ്റുന്ന പേരൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 പാരൻസ് അവിടെ ഒരുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാ കുട്ടികൾക്കും കുറച്ച് പുട്ടിയൊക്കെ ഇട്ടെടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. ചടപടെ വെച്ചിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീർത്ത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുടുവിനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടുവിന് പിന്നെ ലിപ്സ്റ്റിക് ഇടാത്ത കുട്ടികളൊക്കെ അവിടെ നിന്ന് സ്നാക്സും ഫ്രൂട്ടിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുടുവിനോട് ഞാൻ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇടാമെന്ന് പറഞ്ഞു. അതാ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവളുടെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഇടയ്ക്ക് പോകണതിന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലേലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ അവിടെ പരിപാടി കാണാൻ പോയിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടോ ഒളിച്ചോടി പോകണമായിട്ടൊരു സങ്കടമാണ്. എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ് അല്ലേ. അതിന് ഞാനും ഗിലും കൂടെ പിന്നെ നേരെ വന്ന് ഞങ്ങൾ സീറ്റ് പിടിച്ച സ്ഥലത്ത് തന്നെ വന്നിരുന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിരുന്ന് പിന്നെ രാത്രി ഇരുന്നിട്ടുള്ള പരിപാടി. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.